ഞാൻ നിങ്ങളുടെ സ്വന്തം സുനിതരാമയാണ്. ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ കാസർഗോഡ് ജില്ലയിലെ ടൗണോട് ചേർന്നുള്ള ഒരു ക്ഷേത്രത്തിലാണ്. ശ്രീ മല്ലികാർജുന ടെമ്പിളിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അപ്പോൾ നിങ്ങളുമായി ക്ഷേത്ര വിശേഷങ്ങളുമായ തത്സമയം നിങ്ങളുമായി ഷെയർ ചെയ്യാൻ സാധിക്കുകയാണ്. അപ്പോൾ ജനങ്ങളുടെ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിനകത്ത്. ഒരു പ്രസാദം നമുക്ക് ഇവിടെ അടുത്ത് തന്നെയാണ് വീട്. വനിതാ രത്നങ്ങളാണ്. പ്രസാദത്തിൻ്റെ ക്രമീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കല്യാണത്തിനാണോ? അല്ല 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 ആ യൂട്യൂബ്. പറയൂ. മല്ലികാർജുന അമ്പലത്തിന് കോടി ജപയജ്ഞ 16, 17, 18, 19. 18-ന് ശ്രീചക്രഹോമം നടക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ പ്രസാദം പാക്കിംഗ് ആക്കുന്ന അടുത്ത വീട്ടുകാരെല്ലാം വന്നിട്ട് പ്രസാദ പാക്കിങ്. നിങ്ങൾ ഈ അടുത്ത ഏരിയയിലുള്ളവരല്ലേ? പേര് പറഞ്ഞോ. പേര് ശാരദ. ശാരദ. വീട് നെല്ലിക്കുന്ന് അടുത്തുള്ള. അതിൽ വരുമ്പോൾ രാജ ഇത് തന്നെയാണ്. എല്ലാം ഇവിടെ അടുത്തുള്ള മഹിളാരത്നങ്ങളാണ്. ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളിൽ കർമ്മനിരതരായിരിക്കുന്ന വനിതാ രത്നങ്ങളെയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്ഷേത്രത്തിൽ ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. വൻ ഭക്തജന തിരക്കാണ് ക്ഷേത്രത്തിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. എവിടുന്നാണ് വരുന്നത്? സംസാരിക്കില്ല. സംസാരിക്കാത്ത ആളാണോ? ഇങ്ങോട്ട് സംസാരിക്കും. പക്ഷേ ക്ഷേത്രത്തിലെ സേവാ കൗണ്ടറാണ്. കോടി ജപാക്ഷരി 16, 17, 18, 19 ദിവസങ്ങളിലാണ് നടക്കാൻ പോകുന്നത്. ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ തല ഇവിടെ പോയി എന്നറിയില്ല. പൂക്കളൊന്നും കാണാനൊന്നുമില്ല. പിന്നെ കടിച്ചു പോന്നു. സമാധാനം പറ.
അപ്പോൾ പാചകപ്പുര ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. കാസർഗോഡ് ടൗണോട് ചേർന്ന് നിൽക്കുന്ന ക്ഷേത്രമായതുകൊണ്ട് വൻ ഭക്തജനത്തിരക്ക് നമുക്ക് പ്രതീക്ഷിക്കാം അടുത്ത ദിവസങ്ങളിൽ. അവിടെ നിൽക്കണ ഇവിടുത്തെ ചേച്ചി ക്ഷേത്രത്തിലെ വിളക്ക് ഇതൊക്കെ ഊരിയെടുത്ത് വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചിൻ്റെ പേരെന്ത്? മുത്തുലക്ഷ്മി. തമിഴ്നാടാ. അതൊന്നും കുഴപ്പമില്ല സ്വാമി. എവിടെയാന്ന് വീട് സ്വാമിയുടെ? നെല്ലിക്കുന്ന് ചിത്ര ടീച്ചർ അറിയാം. അപ്പോൾ ഇവിടെ എന്താണെന്നറിയോ, ശബരിമലയിലേക്ക് മാലയിട്ട് പിന്നെ ഒരുപാട് ഭക്ത ജനങ്ങൾ ഇവിടെ ഉണ്ടിപ്പം. അപ്പോൾ ഒരുപാട് സ്വാമിമാരിവിടെ ഇപ്പോൾ ഉണ്ട്. ഒരുക്കങ്ങളാണ്. അപ്പോൾ അവിടുന്ന് നമ്മുടെ ഡെക്കറേഷൻ്റെ ചേട്ടന്മാരുണ്ട് ഇവിടെ. കുറവോടെ പോയി. ഇതാണ് നമ്മുടെ കോടി പഞ്ചാക്ഷരി ജപയജ്ഞം നടക്കുന്ന ഹോമകുണ്ടാണ്. അപ്പോൾ ജനങ്ങൾക്കും നമ്മുടെ മല്ലികാർജുന ടെമ്പിൾ ടൗണോട് ചേർത്ത് നിൽക്കുന്ന ശ്രീ മല്ലികാർജുന ടെമ്പിളിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. 16, 17, 18, 19 തീയതികളിലാണ് നടക്കുന്നത്. ഓടിയ കുട്ടികൾ വരുന്നുണ്ട്. ഇവിടെ 3 മണ്ഡപം പോലെയുള്ള ഒരു ഇരിപ്പിടങ്ങൾ കാണുന്നുണ്ട്. അത് ഉത്സവ സമയത്ത്, ഉത്സവത്തിൻ്റെ ആ സീസൺ ആകുമ്പോൾ ദേവന്മാർ വന്നിട്ട് ഇവിടെ ഇരിക്കുന്നു എന്നാണ് ഇതിൻ്റെ ഐതിഹ്യം. അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത് ചോദിക്കുമ്പം. ഇത് കണ്ടില്ലേ, ഈ 3 ഇരിപ്പിടങ്ങളുണ്ട് ഇതിൽ.
ഭാഗം തുറന്നും ഒരു ഭാഗം മാത്രം ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ട് കിണറുണ്ട്. അവിടെ ഒരു ഇരിപ്പിടം കാണാം. ഈ 3 അതിൻ്റെയും സെൻട്രലായിട്ട് അതുകൊണ്ട് ഇരിപ്പിടങ്ങളുണ്ട് കേട്ടോ. ദേവന്മാരെ കുടിയിരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്നത്തെ ക്ഷേത്ര വിശേഷം നമ്മുടെ മല്ലികാർജുന ടെമ്പിൾ കാസർഗോഡ് ടൗൺ. അപ്പോൾ എല്ലാവരും വരാൻ മറക്കരുത്. ബൈ ബൈ.